ഹലോ ഗേയ്സ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനും അമ്മയും ഉണ്ണിയൊക്കെ കൂടിയിട്ട് വൈകുന്നേരം അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. 2-3 ദിവസം ഈ അമ്പലത്തിലൊക്കെ ഒന്ന് പോയിട്ട് പോകണമെന്ന് ഇങ്ങനെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ അധികം മഴയൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷമായിരുന്നു. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഞാനും അമ്മയും ഉണ്ണിയും തൊട്ടടുത്ത വീട്ടിലൊരു ചേച്ചി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 ആളും കൂടിയിട്ട് അമ്പലം വരെ ഒന്ന് പോകും കേട്ടോ. വേറെ എവിടെയല്ല, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വരിക്കാശ്ശേരി മന. നമ്മൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, പല സിനിമകളിലും ആൽബങ്ങളിലൊക്കെ വളരെ പ്രശസ്തമായിട്ടൊരു മനയാണ്. അപ്പോൾ അവിടേക്കാണ് പോണത്. ഉണ്ണിയാണെങ്കിൽ ഭയങ്കര ഉഷാറിലോടെ നടന്ന് പോവാം കേട്ടോ. അവിടെ കുട്ടികൾ കളിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം പോയി ചേട്ടന്മാരുടെ ഒക്കത്തൊക്കെ കയറി താറ്റയും ബൈ ബൈ സി ഉമ്മയൊക്കെ കൊടുത്ത് അവൾ വേഗം നടന്നു. അവൾക്ക് എവിടെയെങ്കിലും പോകാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഭയങ്കര വെപ്രാളാണ്, വേഗം എത്തണം എന്നുള്ളൊരു ചിന്തയുള്ളൂ കേട്ടോ. അങ്ങനെ പോയ വഴിക്ക് നമ്മുടെ അയൽവക്കക്കാരോടൊക്കെ കിന്നാരം പറഞ്ഞും കുശലം ചോദിച്ചും ഞങ്ങളിങ്ങനെ നടന്നു. പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലാത്ത കാരണം കുഴപ്പമില്ല, ഒരു നല്ല ക്ലൈമറ്റ് ആയിരുന്നു പോവാൻ. അതിനിടയ്ക്ക് ഉണ്ണിയാണെങ്കിൽ 2 പേരെ ഇടയ്ക്കൂടെ ഇങ്ങനെ ചാടിയും ഓടിയും ഒക്കെ വരുവാണ്. അപ്പോൾ നമ്മൾ കുറുക്ക് വഴിയിലൂടെ ആയിട്ട് പോകണേ. നമുക്ക് നേരായ വഴിയിലൂടെ പോകണമെങ്കിൽ ഒരുപാട് ചുറ്റണം. അതാണ് ഞങ്ങൾ കുറുക്കുള്ള വഴി കൂടെയാണ് പോണത്. കുറുക്കുള്ള വഴിയല്ല, കുറുക്ക് വഴി കൂടെയാണ് കേട്ടോ പോണത്. അപ്പോൾ ഈ വഴി നമ്മൾ കണ്ടിട്ടുണ്ടാവും, നമ്മുടെ നേരത്തെ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ പൂരൊക്കെ നടന്നത് ഈ പാടത്ത് വെച്ചാണ്. ഇതൊരു പാടാണ് കേട്ടോ, ഒരുപാട് വലിയ പാടാണ്. ഇപ്പോൾ പൂരത്തിൻ്റെ സമയമൊക്കെ നല്ല ക്ലീൻ ആക്കിയതായിരുന്നു. അപ്പോൾ മഴയൊക്കെ പെയ്ത് പച്ചപ്പും ഇതൊക്കെ വന്നു, പുല്ലും ഇതൊക്കെ മുളച്ച് വന്നു കേട്ടോ, കാട് പോലെയൊക്കെ ആയി. പക്ഷേ നല്ല രസമായിരുന്നു കേട്ടോ നടക്കാൻ. ആകാശത്തേക്ക് നോക്കുമ്പോൾ ഇരുണ്ട കാർമേഘമൊക്കെ മൂടി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടക്കുകയായിരുന്നു. ഇതുണ്ടോ, പാടത്തൊക്കെ വെള്ളം കയറി പാടിങ്ങനെ നമ്മളിത് പറയുമല്ലോ, വരമ്പ് പൊട്ടി ഒഴുകുകയാണ് കേട്ടോ വെള്ളമൊക്കെ. അങ്ങനെ ഞങ്ങൾ നടക്കുകയാണ്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുശലൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുകയാണ്. അധികം തിരക്കൊന്നും ഇല്ലാത്ത ശാന്തമായിട്ടൊരു ചെറിയൊരു വഴി കൂടെ ആയിട്ട് ഞങ്ങൾ പോകേണ്ടത്. കാരണം അധികം ആൾക്കാരൊന്നുമില്ല. പശുവിനെ ആടിനെയൊക്കെ മേയ്ക്കാൻ വരുന്നവരാണ് അധികം ഇങ്ങോട്ടൊക്കെ വരാറ്. അപ്പോൾ ഞങ്ങളങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തി. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പൂരത്തിന് ആനേനെയും കുതിരേനെയൊക്കെ കൊണ്ടുവന്ന് നിർത്തിയ പാടങ്ങൾ. അവിടെയൊക്കെ ഫുള്ളിപ്പോൾ മഴ പെയ്ത് പുല്ലും ഇതൊക്കെ മുളച്ചു. അപ്പോൾ അതുകൊണ്ട് കാണണം നമ്മുടെ വരിക്കാശ്ശേരി മന. അപ്പോൾ ഞങ്ങൾ മനയുടെ അവിടെ എത്താറായിട്ടോ. കുറച്ചും കൂടി നടക്കുള്ളൂ. സ്വത്തുവാണെങ്കിൽ ഓടിച്ചാടി നടക്കുകയാണ്. ആരും എടുക്കുകയും വേണ്ട പിടിക്കുകയും വേണ്ട എന്ന മട്ടിലാണ് പുള്ളിക്കാരി നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് 1-2 വീഴ്ചയൊക്കെ വീണു. അതൊന്നും ഇതിൽ പെട്ടിട്ടില്ല തോന്നുന്നു. അവൾക്കാണെങ്കിൽ ഇങ്ങനെ നടക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അവൾ എല്ലാവരോടും താറ്റ പറയുന്നുണ്ട്. ആരാന്ന് പോലും അറിയാത്തവരൊക്കെ താറ്റ പറയുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ പൂരത്തിൻ്റെ പോസ്റ്ററുകളാട്ടോ. ഇതൊക്കെ കണ്ടപ്പോൾ ഓർമ്മകൾ ഇങ്ങനെ അഴവർത്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ആനേനെയൊക്കെ കണ്ടു പോസ്റ്ററിൽ. അപ്പോൾ അവൾ ആന എന്നൊക്കെ പറഞ്ഞിങ്ങനെ പോകുന്നുണ്ട്. ആനയ്ക്കും താറ്റയൊക്കെ കൊടുത്ത് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മുടെ മനയുടെ ഉള്ളിൽ കയറി കേട്ടോ. അപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഉണ്ടായില്ല, സുഖമായിട്ട് പോവാം. അല്ലെങ്കിൽ അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് അധികം ആൾക്കാരൊന്നും വരാറില്ല. പുറമേ നിന്ന് വരുന്നവർക്ക് മന എന്ന് മാത്രമല്ല അറിയുള്ളൂ. പിന്നെ 6 മണിക്ക് ശേഷമാണ് അവിടെ വിളക്ക് വയ്ക്കുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ അധികം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലം അതിൻ്റെ ഉള്ളിൽ ഉണ്ടെന്ന് അറിയുള്ളൂ. അപ്പോൾ നമ്മൾ അല്ലാത്ത വർക്കിംഗ് ടൈം 9 മണി മുതൽ 5:30 വരെയാണ്. അപ്പോൾ ഒരാൾക്ക് 30 രൂപയാണ് ഒരു പാസിന്. അപ്പോൾ 6 മണിക്കൊക്കെ പോകണമെങ്കിൽ നമുക്ക് പാസ്സൊന്നുമില്ല. പിന്നെ 1-2 പേരൊക്കെ ഉണ്ട് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ മന കാണാൻ വരുന്നവർ, അടുത്തുള്ളവർ തന്നെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മനയുടെ ഉള്ളിലൊക്കെ കേട്ടോ. നമ്മുടെ 6-ാം തമ്പുരാനിലൊക്കെ ലൊക്കേഷനല്ല, നമ്മുടെ മോഹൻലാലിൻ്റെ വീടൊക്കെ കാണിക്കേണ്ട തറവാടൊക്കെ, അതൊക്കെ ഈ സംഭവമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് സിനിമയുടെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും ഷൂട്ടൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ. അവർ ഇത്ര ദിവസത്തേക്ക് അടച്ചിടും. ആരും പുറത്തുനിന്നുള്ളവരൊന്നും പ്രവേശിപ്പിക്കില്ല. അവിടെ ബോർഡ് തൂക്കിയിട്ടുണ്ടാവും, ഷൂട്ട് നടക്കുന്ന മനയിലേക്ക് പ്രവേശനം ഇല്ല എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഷൂട്ടില്ലാത്ത സമയത്താണ് നമുക്ക് ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുള്ളൂ. പക്ഷെ പോയി കഴിഞ്ഞാൽ നല്ലൊരു വൈബാട്ടോ അതിൻ്റെ ഉള്ളിൽ. ഈ സമയത്ത് 6 മണിക്ക് ശേഷമൊക്കെ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ആരും ഉണ്ടാവില്ല. നമുക്ക് കുറേ നേരം ഇരിക്കാം, പിന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാം. അതിനൊന്നും അവിടെ കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ പോകുമ്പോഴാണ് അവിടെ ആനേനെ കണ്ടു കേട്ടോ. സ്വത്തൂന് പെട്ടെന്ന് ആനേനെ കണ്ടു. ഞങ്ങൾ കാണുന്നതിനേക്കാളും മുന്നേ സ്വത്തു ആന എന്നും പറഞ്ഞ് പോയി. അങ്ങനെ പിന്നെ സ്വത്തൂന് ആനേനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ പോയിട്ടോ. ആൾക്ക് ഭയങ്കര സന്തോഷമായി. അല്ലെങ്കിൽ അവളൊരു ആന പ്രേമിയാണ്. ആൾക്ക് ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അടുത്തേക്ക് പോകാൻ അവൾക്ക് ഇച്ചിരി പേടിയുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ആൾ പോസ്റ്ററിലോ അല്ലെങ്കിൽ ചിത്രമൊക്കെ വരച്ചു കൊടുത്ത് പെട്ടെന്ന് ആന എന്നൊക്കെ പറയും. ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി പിള്ളേർക്ക് ഇഷ്ടമായിരിക്കുമല്ലോ ആനേനെയൊക്കെ. ആനയുടെ പാട്ടൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അവൾ ഇരുന്ന് കളിച്ചോളും. അങ്ങനെ ഞങ്ങൾ ആനേനെ കണ്ടു. കുഞ്ഞയ്യപ്പൻ എന്നെങ്ങാണ്ടാണ് ഈ ആനയുടെ പേര്. ഇവിടെ അടുത്തുള്ള ആന തന്നെയാണ് കേട്ടോ. അപ്പോൾ അത്
പട്ട വെച്ചിട്ട് ഇങ്ങനെ ഭയങ്കര ആട്ടലായിരുന്നു. കൊതുക് കടിക്കണ്ടെന്നാണ് തോന്നണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊതുക് കടിക്കണ്ടാവില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു കൊതുക് കടിക്കുക. അത് പിന്നെ എന്തിനാണ് ഈ മഴക്കാലത്ത് കൊതുക് കടിക്കൂലേ, പിന്നെ ആനേനെ അല്ലേ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആനേനെയൊക്കെ കണ്ടു. അവിടുന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത്. സ്വത്തൂനാണെങ്കിൽ ആനയുടെ അടുത്ത് പോകണം, എന്നാൽ അവൾക്ക് പേടിയാണ് താനും. കുഞ്ഞു പിള്ളേരല്ലേ, അവർക്ക് പേടി ഉണ്ടാവും, പക്ഷെ അവർക്ക് അതിനേക്കാളും കൂടുതൽ സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അവളതൊക്കെ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്ത് നിൽക്കുകയാണ്. അവൾക്ക് പിന്നെ അമ്പലത്തേക്കൊന്നും പോകണ്ട, ദൈവത്തിനൊന്നും തൊഴകണ്ടെന്നുള്ള ലെവലായി. ആനയുടെ അടുത്ത് നിന്നാൽ മതി എന്നായി. പിന്നെ ഞങ്ങൾ ആനയ്ക്ക് ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഒരു വിധത്തിൽ സ്വത്തൂനെ അങ്ങോട്ട് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്. പക്ഷെ സ്വത്തു ആനയുടെ ചന്തം കണ്ട് നിൽക്കുകയാണ്. ആനയാണെങ്കിൽ സ്വത്തു ഇങ്ങനെ കീ ആന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഇരുന്ന് വാലിട്ടാട്ടും കുറേ പട്ടയിട്ട് ഇങ്ങനെ ആട്ടും. അപ്പോൾ സ്വത്തുവിനൊക്കെ ഒത്തിരി ഇഷ്ടമായിട്ടാണ്. ഇതൊക്കെ നമ്മൾ അവിടുത്തെ കിണറാണ്. ഇതൊക്കെ കഴിഞ്ഞ് ദാൻ്റെ അമ്പലത്തിൽ പോകാൻ നോക്കിയപ്പോൾ സ്വത്തുവിൻ്റെ ഫോട്ടോ ഷൂട്ട് നടക്കണം അവിടെ. എവിടെ ചെന്നാലും അത് പതിവാണല്ലോ കുഞ്ഞു പിള്ളേർ ഫോട്ടോ എടുക്കാം. അപ്പോൾ അവിടെ നിൽക്കുണ്ണി ഇങ്ങനെ നോക്കുണ്ണി അങ്ങനെ നോക്കുണ്ണി എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ സ്വത്തു ആണെങ്കിൽ ബൈ ബൈ അമ്മേ ഞാൻ അമ്പലത്തിൽ പോകാമെന്നും പറഞ്ഞ് സ്വത്തു ഞാളെങ്കാളിലും മുന്നേ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലം എത്താറായി. അമ്പലത്തിൽ കണ്ടോ, ഇതാണ് നമ്മുടെ അമ്പലം. അവിടെ ഞങ്ങൾ ചെന്നപ്പോൾ ഞങ്ങൾ മാത്രമേ തൊഴാനുണ്ടായുള്ളൂ. ഞാൻ പറഞ്ഞില്ല അധികം ആൾക്കാരൊന്നും അങ്ങനെ പോകാറില്ല. അപ്പോൾ ഇതൊരു ചെറിയൊരു പ്രതിഷ്ഠയുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. പക്ഷേ അവിടെ വിളക്ക് വയ്ക്കലില്ല തോന്നുന്നു. ഞങ്ങൾ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തേക്ക് പോവാണ്. അമ്പലത്തിൽ നിന്നൊക്കെ തൊഴുതിറങ്ങിയപ്പോൾ ഇത് നമ്മുടെ മനയുടെ ഉള്ളിലുള്ളൊരു കുളമാണ് കേട്ടോ. അവിടേക്കൊന്നും പ്രവേശനമില്ല, നല്ല വെള്ളമുണ്ട്. ഇപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ കാര്യത്തിന് മാത്രമാണ് ആൾക്കാരെ പ്രവേശിക്കാറുള്ളൂ. അല്ലാത്ത സമയത്തൊന്നും അവിടേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ. നമുക്ക് പുറത്തുനിന്നൊന്നും ആരും വന്ന് കയറാനൊന്നും പറ്റില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തൊഴുതിറങ്ങി നന്നായി പ്രാർത്ഥിച്ചു. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റും എനിക്ക് രേഖപ്പെടുത്തണം. എന്നാലാണ് മുന്നോട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആണെങ്കിൽ എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ആനേനെ കണ്ട് ബൈ ബൈ പറയാൻ പോകുന്ന സമയത്ത് ദാൻ്റെ മേലേക്കോടൊരു വിമാനം പോണു. പിന്നെ സ്വത്തുവിന് അതൊക്കെ കാണിച്ചു കൊടുത്ത് വന്നപ്പോഴത്തേക്കും വിമാനം ബൈ ബൈ സ്വത്തു എന്ന് പറഞ്ഞ് വിമാനം പോയി, വിമാനത്തിൻ്റെ പാട്ടിന്. അങ്ങനെ പിന്നെ ഞങ്ങൾ ആനയ്ക്ക് യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നേരം സ്വത്തുവിനെ ഇവിടെ ഇരുത്തി കളിപ്പിച്ചു കേട്ടോ. ഞങ്ങൾ എന്നും ഇവിടെ വന്നാലും സ്വത്തുവിന് കുറച്ച് നേരം ഇവിടെ ഇരുത്തി ഇങ്ങനെ കളിപ്പിക്കും. അധികം ആൾക്കാരൊന്നുമില്ലല്ലോ, പിന്നെ ഇവിടെ ഓടി കളിക്കാൻ നല്ല സൗകര്യമുണ്ട്. അവളിങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇരുന്ന് കളിച്ചു. അതിനിടയ്ക്ക് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലും എല്ലാം ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ മനയുടെ ഒരു ഭൂപരേഖ എന്ന് പറയാം. ഉള്ളിലൊക്കെ നോക്കുമ്പോൾ ഓരോ കുറച്ച് ബിൽഡിങ്ങൊക്കെ പോലെ ആയിട്ടാണ് ഓരോ സെറ്റപ്പ് സൗകര്യങ്ങളും ഒരുക്കി വരുന്നുണ്ട് കേട്ടോ. ഒന്നും നശിപ്പിക്കാതെ തന്നെ നശിപ്പിക്കാതെ തന്നെ പുതുത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അവിടെ ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ. അതൊക്കെ നല്ലതാണ്, നല്ല രീതിക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മനയോടും ബൈ ബൈ പറഞ്ഞു, അവിടുത്തെ ആൾക്കാരോടും ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങി ദാൻ്റെ ഇങ്ങോട്ട് കുറച്ചെത്തിയപ്പോഴാണ് കൂടെയുള്ള ചേച്ചി പറഞ്ഞു, നമുക്ക് ഈ മനയുടെ ഗേറ്റിൻ്റെ അവിടെ ശ്രീകൃഷ്ണൻ രാധ ഇരിക്കുന്നുണ്ടോ, ഫോട്ടോ എടുത്താലോ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് നടന്നപ്പോൾ സൂപ്പർ ക്ലൈമറ്റ് ആയിരുന്നു പുറത്തിട്ടോ. നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങളെയും കൂടി കാണിച്ചേക്കാം നമ്മുടെ ഒരു ഗ്രാമമൊക്കെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ കേട്ടോ.